തെളിവ് തെളിവ്. കഴിച്ച് രാവിലെ കഴിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കരുത്. കഴിച്ച് അതിപ്പോ മനസ്സിലായി. കണ്ടല്ലോ. ദൂരെ തന്നെ സംസാരിക്കുന്നുള്ളൂ. മൊത്തം പനിയാ. അടുക്കുന്നില്ല. എനിക്കങ്ങനെ മതി 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 മതി. എടി പണ്ടെല്ലാരും വെള്ളി പോകത്തില്ല. ഈ വീട് മൊത്തം യൂറോപ്യൻ ക്ലാസ് ഒക്കെയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷാനായിക്കയുടെ വീട്ടിൽ നിന്ന് മുത്തിനെയും ഷാനായിക്കായും വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക ഗൈസ്, അവർ വന്നിറങ്ങി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അകത്ത് മുന്തിരി ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങി. നമ്മളെല്ലാം അവരെ സ്വീകരിക്കാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സ്വീകരിച്ചിട്ട് അകത്തോട്ട് കൊണ്ടുപോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരാൾ ഐസ്ക്രീം തരുന്നതാട്ടോ. ഒരു നാടന്മാരില്ലാത്ത വാവിച്ച് തണുപ്പ് വരുമ്പോ അല്ല പനി വരുമ്പോ ഫസ്റ്റ് എന്താണെന്നറിയോ? ഐസ്ക്രീം. നീ പോയി കാര്യം നീ തിന്നെ, നീ നല്ലോണം തിന്നെ. ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കും. നീ നല്ലോണം തിന്നെ. എനിക്ക് കല്ലേനെ വയ്യ. ഷാനായിക്കൊക്കെ ഐസ്ക്രീം. ഓ സ്നേഹം സ്നേഹം. ഓ മൈ ഗോഡ്. എന്നാലും ആ കോല നോക്കിയതല്ലേ.
ഗൈസ്, അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മുത്തിനെ ഷാനായിക്കാടെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകാമെന്നുള്ള ചടങ്ങാണ്. അത് കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ ഒന്നും കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക. അതോടുകൂടി നമ്മുടെ ചടങ്ങെല്ലാം കഴിയും. പിന്നെ അവർ വിരുന്ന് പോവുക, അങ്ങനെയുള്ള ചടങ്ങൊക്കെയാണുള്ളത്. നമ്മളിപ്പോൾ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടും, എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വിരുന്ന് വിളിക്കും. അതാണ് ഇനിയുള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മുത്തിനെ യാത്രയാക്കുകയാണ് ഗൈസ്. ഇപ്പം ഇത് കാണുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ട്, പക്ഷേ ആ ഒരു ടൈമിൽ ശരിക്കും വിഷമം വരുന്നുണ്ടായിരുന്നു. എന്താ പറയുക ഗൈസ്, മുത്തണ്ണൻ അടിപൊളിയാണ് ഗൈസ്. എനിക്കത് പറയാനില്ല, കാരണം അവൾ വൈബാണ്, അവൾ സൂപ്പറാണ്. എനിക്ക് അവളെ കുറിച്ചൊന്നും പറയില്ല, കാരണം അവൾ അത്രയ്ക്ക് എൻ്റെ ലൈഫിൽ അത്രയും വലിയൊരു സ്ഥാനം വഹിച്ചിട്ടുള്ള ഒരാളാണ് മുത്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൾ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, എന്നാലും ഭയങ്കര ഹാപ്പിയാണ്. അവളെ കെട്ടിച്ചു വിട്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അവളും ഇനിയൊരു പ്രാരാബ്ദം ഉള്ളൊരു ജീവിതത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ എന്താ ഗൈസ്, ഹാപ്പിയാണ്, എന്നാൽ ചെറിയൊരു വിഷമമുണ്ട്. അവളെ കരയിച്ചു വിടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പം അവൾ അങ്ങനെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ടൈപ്പല്ല. അവൾ ഭയങ്കര ബോൾഡാണ്. അവൾ എന്താ പറയുക, അങ്ങനെ പെട്ടെന്നൊന്നും കരയുന്ന ടൈപ്പല്ല. പിന്നെ എന്നാലും അത്രയ്ക്ക് വിഷമം വന്നാൽ മാത്രമേ അവൾ കരയത്തുള്ളൂ. അവൾക്ക് എത്ര വിഷമം വന്നാലും അവളുടെ ഉള്ളിൽ ഒതുക്കി മാക്സിമം അത് പുറത്ത് കാണിക്കാതെ അവൾ നടക്കും. അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ബാക്കി എല്ലാവരും അവളെ കളിയാക്കിയിട്ടും അവൾ ഭയങ്കര ബോൾഡായിട്ട് ചിരിച്ച് നടക്കുകയാണ്. പക്ഷേ സൽമാൻ കൊച്ചാന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റാണ്. കൊച്ച ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ട് കരഞ്ഞേനെ, കാരണം കല്യാണത്തിൻ്റെ അന്ന് കൊച്ച കരഞ്ഞു. ബാക്കി എല്ലാവരും കരയാതെന്നെങ്കിലും കൊച്ച കരഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് കൊച്ച ഇല്ലായിരുന്നു.
പിന്നെ ഷാനായിക്കാന്ന് പറഞ്ഞപ്പോൾ ഷാനായിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കളിക്കുകയാണ്. കാരണം ഈ ഓരോ ചടങ്ങ് വരുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നും നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇനി വീണ്ടും അങ്ങോട്ട് പോകുന്നു, ഇനി അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്ക് നല്ല പാടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മുത്തിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ ചടങ്ങ് താണ്ടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ചടങ്ങ് വരികയാണ്. മുത്തിൻ്റെ കല്യാണത്തോടെ എല്ലാവർക്കും പനിയായെന്നുള്ളൊരു വിഷയമല്ലാണ്ട് ഒന്നും ഇല്ലായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന എല്ലാവർക്കും ടാറ്റാ.